നമ്മുടെ കൂർഗ് വിശേഷങ്ങളിൽ ലാസ്റ്റ് ഡേ ആണ്. കൂർഗിൽ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് രാവിലെ തന്നെ, ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ, രാവിലെ തന്നെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഓംകാരേശ്വര ടെമ്പിളിലാണ്. കൂർഗിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഓംകാരേശ്വര ടെമ്പിൾ. ഇത് 1820 ലിംഗരാജ രണ്ടാമനാണ് ഈ ഒരു ടെമ്പിൾ പണി കഴിപ്പിച്ചത്. ഇത് ഹിന്ദു മുസ്ലിം ആർക്കിടെക്ചർ രണ്ടും ഒരുമിച്ച് ചേർന്നിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഇതിൻ്റെ. ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള കൂർഗിൽ, ഈ കർണാടകയിലെ തന്നെ ഏറ്റവും മികച്ച അമ്പലങ്ങളിലൊന്നാണ് ഓംകാരേശ്വര ടെമ്പിൾ. അതിൻ്റെ എൻട്രൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാ ജിതിനാതിര, അഗി, സാന്ത്വന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. രോഹിത്, മേഘേത. ഇപ്പോൾ ഞങ്ങളങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാണ്. ഭയങ്കര തിരക്കൊന്നുമില്ല കേട്ടോ. ഒരു അമ്പലം എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു അമ്പലമായിട്ട് പോലും അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറാനുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് ഉള്ളത്. പിന്നെ ഉള്ളിലെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതിൻ്റെ പുറത്ത് കുറേ പൂ വേണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. പൂ വേണമെങ്കിൽ മാത്രം നിങ്ങൾ പൂ വാങ്ങിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. പൂ എടുത്താലേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വിടുന്നില്ല. അടിപൊളിയാണല്ലോ, നൈസ് കേട്ടോ. ഒരു തടാകത്തിൽ, ചെറിയൊരു ലേക്ക് പോലത്തെ ഒരു സെറ്റപ്പ്, അതിൻ്റെ നടുക്കൊരു അമ്പലം. നല്ല കാറ്റാണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് സംശയമാണ്. നല്ല കാറ്റാണ്. ഭയങ്കര രസമുണ്ട് ഇത്. അമ്പലത്തിൻ്റെ ഒരു ഇത് നോക്ക്. അയ്യവ, അടിപൊളിയല്ലേ രോഹിത്തെ? അമ്പലത അങ്ങ് അവിടെ, അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. അതിൻ്റെ മെയിൻ പ്രതിഷ്ഠ ഇതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്, അമ്പലത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഒക്കെ പണ്ടത്തെ രാജാക്കന്മാർ സ്ഥാപിച്ചതാണ്. അതിൻ്റെ എല്ലാ ഇതും ഇനി കാണാനുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശിവ ക്ഷേത്രമാണ്. ആ, ലോർഡ് ശിവ ടെമ്പിൾ. ഇവിടെ വേണമെങ്കിൽ ഹാൻഡ് വാഷൊക്കെ ചെയ്തിട്ട് പോവാം. അതിനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഇത് കൊടകിൻ്റെ മടിക്കേരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഒരു ഓംകാരേശ്വര ടെമ്പിൾ ഉള്ളത്. ഇവിടെ ചെരുപ്പഴിച്ച് വെച്ചാൽ മതി. പുറത്തുനിന്നും ആരും ചെരുപ്പഴിച്ച് വെച്ച് ഇങ്ങോട്ടേക്ക് വരണ്ട. ആ, ഇവിടെ ഇങ്ങനെയുണ്ട് കേട്ടോ. അതാ ഡ്രസ് കോഡൊക്കെ ഉണ്ട്. അതായത് സാരി, ചുരിദാർ, പാൻറ്, മുണ്ട് ഇതൊക്കെ പറ്റും. പക്ഷേ നമ്മുടെ ട്രാക്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷോർട്സ്, പാച്ച് വർക്കുള്ള ജീൻസ്, ഇതൊന്നും ഇതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല എന്നാണ് അവർ പറയുന്നത്. നമ്മൾ പല ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ നമ്മൾ പറയാറില്ല ക്യാമറ നമ്മൾ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവിടെയും വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. ഇനി അലൗ ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ ഉപയോഗിക്കില്ല, വേറെ കാര്യം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എൻട്രൻസിൻ്റെ അമ്പലത്തിൻ്റെ സ്റ്റെപ്പാണ്. ഉള്ളിലേക്കാണ് ക്ഷേത്രം. ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. നല്ലൊരു അമ്പലമാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ലൊരു, നമുക്ക് ഭയങ്കര ഒരു ഭക്തി തോന്നുന്നുണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് പോലെ തോന്നുന്നില്ല. ഓക്കെ, പോയി വരാം. ഈ കാണുന്നതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇതൊരു തോണി പോലെ നമുക്ക് തോന്നും, പക്ഷേ ഒരു വെറും തോണിയല്ല. ഇത് എനിക്ക് തോന്നുന്നു അവിടെ കുശാൽ മണ്ഡപം എന്ന് പറഞ്ഞിട്ടൊരു മണ്ഡപമുണ്ട്. അപ്പം അതിലേക്കുള്ള പൂജാ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതാണെന്നാണ് തോന്നുന്നത് ഈ ഒരു സംഭവം. ഇത് എന്തോ ഒരു മെറ്റൽ പോലത്തെ ഒരു സംഭവമാണ്. പിന്നെന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ടങ് ഹൗസിൽ കുറേ ഫിഷസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഫിഷസിന് കട്ട്ല എന്നാണ് പറയുന്നത്. അത് ശരിയാണോ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. അത് ഇതിലെ നമ്മുടെ ഈ ഓർഗാനിക് മാറ്ററും പിന്നെ പൊല്യൂഷനിലൊക്കെ ഇതിനെ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. അതിപ്പോഴും ആ ഫിഷ് ഉണ്ടോ എന്നുള്ള നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, അവിടെ എഴുതി വെച്ചതാണ്. അതെ, കട്ട്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൂർ സൈഡിലൊക്കെ കട്ട്ല എന്ന് പറഞ്ഞൊരു മീനുണ്ട്. ഞാൻ കട്ട്ല തന്നെയാണോ എന്നറിയില്ല. ഇവിടെയാണ് കൃത്യമായിട്ട് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. കാണിച്ചു തരാം.
നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ലൈറ്റ് ഭയങ്കര സൺലൈറ്റ് ആയിട്ട്. ഇതൊരു കല്ലാണ്, കല്ലിൽ എഴുതി വെച്ചതാണ് ഇങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാട്ടോ, ഹെവി പോസിറ്റീവ് വൈബാണ്. ഒരു ബ്രാഹ്മണന്റെ കേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്തായിരുന്നു അവരുടെ പേര്, രാജാവിൻ്റെ പേരുണ്ട്, ലിംഗരാജ പണിത ഒരു അമ്പലമാണ്. ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ട് പിന്നെ ആ ശാപം മാറി എന്നാണ് പറയുന്നത്. ഇത് നല്ല ഇവിടെ ഈ നിങ്ങൾ മടിക്കേരി ഈ ഏരിയയിൽ, കൂർഗ് ഏരിയയിൽ വരികയാണെങ്കിൽ എന്തായാലും ഒന്ന് വരണം കേട്ടോ. രാവിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര പോസിറ്റീവ് വൈബാണ്. അതായത് നല്ല കാറ്റ്, കൂർഗിൽ എവിടെ പോയാലും നമുക്ക് നല്ല കാറ്റാണ്. പിന്നെ ഈ അമ്പലത്തിൽ ചെറിയൊരു മ്യൂസിക്കൊക്കെ വെച്ച് നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് തോന്നും. നമ്മളൊക്കെ തന്നെ ഇപ്പോൾ രാവിലെ വന്ന് എല്ലാവരും ഭയങ്കര ഒരു ഹാപ്പി ആയിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. അയ്യോ എന്ത് ടേസ്റ്റാന്നറിയോ പോയി വാങ്ങിച്ചു. ആ തീർത്ഥം തന്നെ നമ്മളെ തേങ്ങേൻ്റെ വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയോ ഏലക്കായോ എന്തൊക്കെ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. സാധാരണ തീർത്ഥത്തിൽ നിന്ന് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നി. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം മേടിച്ചത്. സത്യമാണ്, ഇല്ലതുള്ളത് പോലെ പറയണം. ഭയങ്കര കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ക്ലിയർ ആവണം, പക്ക ക്ലിയർ ആവണമെന്നില്ല, ഭയങ്കര കാറ്റാണ് ഇവിടെ. അപ്പം അങ്ങനെ നമ്മൾ ഓംകാരേശ്വര ടെമ്പിളിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ഈ സ്ഥലം എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. നല്ല രസമായിരിക്കും. രാവിലെ തന്നെ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മോർണിംഗ് വൈബ് നമുക്ക് കിട്ടും അല്ലേ? അതിലെങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? ബാംഗ്ലൂരിലെ മറ്റേ സാധാരണ കോൺക്രീറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം അല്ലേ? ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറും എല്ലാം ഉണ്ട്, നല്ലൊരു വൈബാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കൂർഗിൽ സ്റ്റേ ചെയ്ത വുഡ്സ്റ്റോക്ക് റിസോർട്ട്. ഇത് സിംഗിൾ വില്ലയാണ്, ഒരാൾക്ക് വേണം സ്വന്തമായിട്ട് ഒരു വില്ല എടുക്കാം. നമ്മൾ താമസിച്ചത് ഇവിടെയാണ്, അടുത്തടുത്ത് റൂംസൊക്കെ ഉള്ള. പക്ഷേ ഇതും അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. നമ്മളിതൊന്നും യൂസ് ചെയ്തിട്ടില്ല. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരമോ രാവിലെയൊക്കെ കുട്ടികളെ വെച്ചൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാനൊക്കെ പറ്റും. ഈ കാണുന്നതാണ് ബിഗ് കപ്പ്. ഈ മടിക്കേരിയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കഫേയാണ്. അപ്പോൾ ഫൈനലി ഞങ്ങളെ കൂർഗ് ഡേയ്സ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഞങ്ങളൊക്കെ തിരിച്ചു പോവാണ്. വുഡ്സ്റ്റോക്ക് റിസോർട്ട് മടിക്കേരിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാണ്. ഓരോരുത്തരോടും അവരവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. ആദ്യം രോഹിത് തുടങ്ങാം. രോഹിത്, എങ്ങനെയുണ്ട് വുഡ്സ്റ്റോക്ക് റിസോർട്ട്? പിന്നെ കാണാനൊക്കെ കുറച്ച് ഭംഗിയുണ്ട്. പക്ഷേ ഏരിയ വലിയ ഏരിയ അല്ല. ഈ ഫ്രണ്ട് ഏരിയ മാത്രം അവർ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം തന്നെ അവർ വരുമ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. ഉള്ളിലൊക്കെ അങ്ങനെ തന്നെയാണുള്ളത്. പിന്നെ റിസോർട്ട് മാത്രമല്ല, പിന്നെ ഹോട്ടൽ ലൈക്ക് സ്റ്റേ ഉണ്ട്, റൂം സ്റ്റേ ഉണ്ട്. പിന്നെ ഫുഡൊക്കെ സൗത്ത് ഇന്ത്യൻ തന്നെയായിരുന്നു. നല്ല ഫുഡ് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയാണ്. പിന്നെ അടുത്ത് കഫേ ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട് ഹോട്ടൽ റിസോർട്ടിൽ തന്നെ. അടിപൊളിയാണ്. സ്വിമ്മിംഗ് പൂളും ഇപ്പോൾ ഓപ്പൺ അല്ല. ബാക്കി അത് ഗെയിംസും ബാക്കി ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ഉണ്ട്. അതൊക്കെ കുഴപ്പമില്ല, ഒരു എബോവ് ആവറേജ്. ഓക്കെ, മേഘ? നല്ലതാണ്, നല്ല ആംബിയൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും കൂടെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. 2-3 ദിവസം കൂടെ നിൽക്കുകയാണെങ്കിൽ ഓക്കെ. അഗി? പ്രൈസ് വൈസ് നല്ല റീസണബിളാണ് ബാക്കി റിസോർട്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. പ്ലസ് ഇവിടുത്തെ ആംബിയൻസ് നല്ലൊരു ആംബിയൻസ് ആണ്. വെരി ഗുഡ് എക്സ്പീരിയൻസ്. യെസ്. ഇനി ആതിര? അതെ, പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നല്ല ഫുഡും നല്ലായിരുന്നു. പിന്നെ റൂമും നല്ലതായിരുന്നു. പിന്നെ വൈഫൈയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ കൊറോണയുടെ സ്വിമ്മിംഗ് പൂളൊന്നും യൂസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഗെയിംസിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. അതെ, നമ്മളൊന്നും ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. അതെ, കൊറോണ അതെ എല്ലാം സെയിം അഭിപ്രായം തന്നെ. പ്രത്യേകിച്ചൊന്നുമില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിരുന്നു, അത്രയേ ഉള്ളൂ. വേറെ എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്, എല്ലാം പറഞ്ഞു. ഓക്കെ. സാന്ത്വന, എനിക്കെന്താ പറയാനുള്ളത്? എനിക്കെന്താ, ഇവിടെ ഇവരൊക്കെ പറഞ്ഞ മാതിരി തന്നെ എനിക്കൊന്ന് ഈ റേറ്റ് നല്ല റീസണബിൾ ആയിട്ടാണുള്ളത്. പിന്നെ ഈ സൗകര്യങ്ങളൊക്കെ അപ്പോൾ തൽക്കാലം നമുക്കത് മതി. നമ്മൾ ഭയങ്കര പോഷായിട്ടുള്ള ഒരു ഇതല്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ വൈഫൈൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് കൂർഗ് മൊത്തമായിട്ട് നെറ്റ്വർക്കേ ഇല്ല, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ വൈഫൈ എനിക്കൊന്ന് റിസോർട്ടിൽ ഈ ഒരു സാധാരണ ഒരു വീട്ടിലൊക്കെ ഉള്ള ഒരു വൈഫൈ സെറ്റപ്പാണ്. അതെ, കുറച്ചും കൂടി വൈഫൈൻ്റെ ഇതൊന്ന് കൂട്ടായിരുന്നു. പിന്നെ കിഡ്സിനൊക്കെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. നമ്മൾ കിഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതൊന്നും യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ഉള്ളൂ, കുഴപ്പമൊന്നും, നല്ല സർവീസൊക്കെ ആയിരുന്നു.
അതെ, എനിക്കും പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്, നല്ല റിസോർട്ടാണ്. പിന്നെ ഒരു കാര്യം ഇവിടെ വരുന്നവരോട് പറയാനുള്ളത്, ഇവിടെ ഫുഡ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അവിടെ ലൈവ് കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞങ്ങൾക്ക് മിസ്സായതാണ്. അപ്പോൾ നിങ്ങളത് മിസ്സാക്കരുത്. ലൈവ് കിച്ചൺ ഉണ്ട്, ആ ഏരിയയിലുള്ള നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് അതൊക്കെ കഴിക്കാം, പ്രശ്നമില്ല. പിന്നെ ക്യാമ്പ് ഫയറിനൊക്കെ ഓൾറെഡി നിങ്ങൾ പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു ടീമിനാണെങ്കിൽ 3000 സംതിങ് ആണ് വരിക. ക്യാമ്പ് ഫയറൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടുന്നും കുറച്ച് സ്ഥലങ്ങളിലേക്ക് ട്രക്കിങ്ങും സാധനങ്ങളൊക്കെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരും. ഇതിൻ്റെ അടുത്ത് വേറെ ഹോട്ടൽസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ മടിക്കേരി നിങ്ങൾ കഴിച്ചിട്ട് വരേണ്ടി വരും. ഇതിൻ്റെ അടുത്ത് വേറെ ഹോട്ടലൊന്നുമില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ ഇതിനടുത്ത് നല്ലൊരു കഫേ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബിഗ് കപ്പ് എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്. അത് മടിക്കേരിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കഫേ ആയിട്ടാണ് റേറ്റിംഗ് ഒക്കെ കൊടുക്കുന്നത് ഗൂഗിളിൽ. സോ അതൊക്കെയാണ് വുഡ്സ്റ്റോക്ക് റെസ്റ്റോറൻറ്റ്. തീർച്ചയായിട്ടും ഇത് സജസ്റ്റ് ചെയ്യാം. ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ സജസ്റ്റ് ചെയ്യാം. കുറച്ച് പ്രൈസിങ് ഒക്കെ തോന്നും. ഇൻഡിവിജ്വൽ കോട്ടേജ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കൂടും. അല്ല ഞങ്ങൾ എടുത്ത പോലെ റൂമാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഈ ബാച്ചിലേഴ്സ് ഓൺലി അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അധികം ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല കേട്ടോ. അതെ, ഈ ഫാമിലി സെറ്റപ്പിൽ വരുന്നവർക്ക്. അതെ, കാരണം ബാച്ചിലേഴ്സിനാണെങ്കിൽ വേറെ ഒരുപാട് ഹോം സ്റ്റേ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതിനേക്കാളും റേറ്റ് കുറഞ്ഞ ഹോം സ്റ്റേ ഒക്കെ കിട്ടും, അറൗണ്ട് 1200 അങ്ങനെയൊക്കെ കിട്ടും. പക്ഷേ ഇത് നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമ്മളെ സേഫ്റ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുക. സേഫ്റ്റിയും നല്ല സർവീസും നല്ലൊരു ആംബിയൻസും അതൊക്കെ ഇവിടെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം 24 hours ഇവരുടെ റിസപ്ഷൻ ഏരിയ ഓക്കെയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇന്നലെ എനിക്ക് ചെറുതായിട്ട് എൻ്റെ കൈയൊന്ന് മുറിഞ്ഞപ്പോൾ റിസപ്ഷൻ ഏരിയയിൽ പോയിട്ട് അപ്പം തന്നെ അവരുടെ അടുത്ത് ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ തന്നു. സോ ആ ഇതിലൊക്കെ തന്നെ ഇവരുടെ സർവീസിലൊന്നും പറയാനില്ല, അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാണ്. വുഡ്സ്റ്റോക്ക് റിസോർട്ടിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാൽ മതി. വെറുതെ പറയാം കേട്ടോ, ഒന്നും കിട്ടുമൊന്നുമില്ല. അപ്പോൾ ദാറ്റ്സ് ഓൾ. എല്ലാവരും ബൈ കൊടുത്തേ. ഈ സാധനം എന്താണെന്നറിയോ? ഇതൊരു പ്രത്യേക സാധനം കേട്ടോ, കോഫീൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. പക്ഷേ ഇതെന്താണെന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ പിന്നെ ഈ കോഫി കുടിക്കാൻ തോന്നില്ല. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ തന്നെ കാണിച്ചു തരാം. ഇതാ, ടേസ്റ്റ് ദ വേൾഡ്സ് മോസ്റ്റ് എക്സോട്ടിക് കോഫി, കോപ്പി ലുവാക്. ഇവനാണ് ആ താരം. ഇവൻ ഇങ്ങനെ ഓരോ സാധനം കഴിക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് കോഫി ഉണ്ടാക്കുന്നു. അതാണ് കോപ്പി ലുവാക്. വുഡ്സ്റ്റോക്ക് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും നമ്മൾ നേരെ നാട്ടിലേക്കല്ല, അതിനിടയിൽ അബേ ഫാൾസിലേക്കൂടെ പോകുന്നുണ്ട്. ചെറിയ റോഡാണ്, ഒരു വലിയൊരു കയറ്റൊക്കെ ഇറങ്ങി ഇങ്ങനെ നമ്മുടെ താഴ്വാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അബേ ഫാൾസ് എന്നുള്ളത് ഇവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അതുകൂടെ കണ്ട് നമുക്ക് നാട്ടിലേക്ക് പോകാം എന്നെല്ലാവരും പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അത്യാവശ്യം കോടയൊക്കെ ഉണ്ട്, പക്ഷേ നല്ല വെയിലും ഉണ്ട്. കോട എന്ന് പറയുമ്പം ഒരു സൈഡിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഓൾമോസ്റ്റ് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്, നോക്കാം. അങ്ങനെ അബേ ഫാൾസിൻ്റെ ലൊക്കേഷനിലെത്തി താഴെ പാർക്കിങ്ങും കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് കാപ്പി ചായയൊക്കെ കുടിക്കാം. സ്റ്റെപ്പ് നോക്കണേ, കുറേ സ്റ്റെപ്പുണ്ട്.
പണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജ് പൊട്ടിയതാണ്. കണ്ടില്ലേ, ബ്രിഡ്ജ് പൊട്ടിപ്പോയി. പൊട്ടിയ ബ്രിഡ്ജാണ് അത്. അത് കൂടി കയറി ഇറങ്ങാതിരിക്കുക, കാരണം അതൊക്കെ റിസ്ക്കാണ്. ഇത്രയൊക്കെ വെള്ളച്ചാട്ടം നമ്മൾ കണ്ടാലും വെള്ളച്ചാട്ടം ഇതുപോലെ കൺമുന്നിൽ നിന്ന് കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. ആനേനെയും കടലിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അമ്പരക്കുന്നുള്ളൂ അല്ലേ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പം തന്നെ നമ്മളിങ്ങനെ വെള്ളച്ചാട്ടം കാണുന്നൊരു ഫീല് കിട്ടും. മാത്രമല്ല ഭയങ്കര ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അഭയ ഫാൾസിൻ്റെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു തരും. പേര് ഫ്രാൻസിസ്. 30 രൂപയേ ഉള്ളൂ ഒരു കോപ്പിക്ക്. വേണമെങ്കിൽ ഒരു ഓർമ്മയായിട്ട് സൂക്ഷിച്ചു വെക്കാം. സൂക്ഷിച്ചു വെച്ചോ നീ. ഞങ്ങളെല്ലാവരും ഓരോരോ കോപ്പി എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫാൾസും കണ്ട് നമ്മൾ തിരിച്ച് തോറുന്ന ഫോറസ്റ്റ് 2-3 ദിവസത്തെ കൂർഗ് വിശേഷങ്ങൾ ഇവിടെ എല്ലാവരും പിരിയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ കണ്ണൂരേക്ക് വന്നു. ആതിരയും ജിതിനും ബാംഗ്ലൂരേക്ക് വന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും? അടിപൊളി അല്ലേ? അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല. എല്ലാവരും കൂർഗിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി എന്നുള്ളതിലുപരിയായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള അത് തന്നെയാണ് അതിൻ്റെ രസം. കൂർഗ് ഇപ്പോൾ കണ്ണൂർ ഭാഗത്തൊക്കെയുള്ള ആൾക്കാരും കോഴിക്കോടുള്ളവർക്കായാലും വളരെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വയനാടൊക്കെ പോലെ തന്നെയാണ് ഓൾമോസ്റ്റ്. നല്ല തണുപ്പാണ്. സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കാശ്മീർ ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നതിന് കാരണം ഇവിടുത്തെ തണുപ്പ് തന്നെയാണ്. അപ്പോൾ ജിതിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട എന്താ കാര്യം? എന്താ പോയതിൽ നമ്മൾ എല്ലാം ഇഷ്ടപ്പെട്ടു. എന്നാലും ഒന്ന് പറയുകയാണെങ്കിൽ ക്ലൈമറ്റ്. അതെ. ആതിരക്കോ? അല്ല, നമ്മുടെ സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് പറയുകയാണെങ്കിൽ? ഇന്നലത്തെ ഡാമും സൺസെറ്റും ഒക്കെ നല്ല. അതെ. സാന്ത്വനക്കോ? എനിക്കൊരുതെല്ലാ സ്ഥലവും ഇഷ്ടമായി. ശേ, രോഹിത്തിനോ? എല്ലാ സ്ഥലങ്ങളും നല്ല തന്നെ. നമ്മുടെ കൂർഗിൻ്റെ തനി ബ്യൂട്ടി കാണിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ തന്നെയാണെല്ലാം. പക്ഷേ ഇതെല്ലാവരും പോയത് തന്നെയായിരിക്കും. നമ്മൾ ഇന്നലെ പോയ ഡാമിൽ അധികം ആൾക്കാർ പോയിട്ടുണ്ടാവില്ല. അവിടെ പോകുന്നതാണ് കുറച്ചുകൂടി എല്ലാവരും കാണാൻ. ഹോളി ഡാം അല്ലേ? ഹോളി ഡാം. അവിടെ എല്ലാവരും കൂടി കുറച്ച് ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. നല്ല സ്ഥലമാണ്. അത് ഓപ്പൺ അല്ല, ജസ്റ്റ് നൈസായിട്ട് പോയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ വരുന്നവർ എയർടെൽ മാത്രമേ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ജിയോയും വർക്ക് ചെയ്യുന്നുണ്ട്. അതേതായാലും നന്നായി. പിന്നെ അതായത് നമ്മുടെ നാട്ടിലുള്ള പോലെ ചെറിയ ചെറിയ ആനിമൽസും ഇതൊന്നും കാണുന്നില്ലല്ലോ. നെറ്റ്വർക്കിൻ്റെ കൂടുതൽ നെറ്റ്വർക്കും ഇത് റേഡിയേഷനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഈ കാട് ഏരിയ ആയതുകൊണ്ടാണ് അവർ കുറച്ച് എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ എയർടെലും ജിയോയും മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതുള്ളവർ മറ്റുള്ളവർക്ക് കണക്ഷൻ നെറ്റ് ഈവൻ കോൾസിന് പോലും പറ്റുന്നില്ല. ഓക്കെ, അത് വലിയ ബുദ്ധിമുട്ടല്ല. അത് റിലാക്സ് ചെയ്യാൻ വരുന്നതാണല്ലോ. അല്ല, നമ്മളെല്ലാം ഇമ്പോർട്ടൻ്റ്. കടലിൽ ഇവിടെ വസിക്കുന്ന ആവാസ വ്യവസ്ഥയല്ലേ. എല്ലാം അടിപൊളി. എല്ലാം നമ്മളെല്ലാവരും കൂടെയുള്ള കസിൻസ് ആദ്യമായിട്ട് ഇങ്ങനെ നമ്മൾ മാത്രമായിട്ട് വരുന്നത്. അതെ, നമ്മളെ അച്ഛനമ്മമാരൊന്നും കൂട്ടാണ്ട് വരുന്നത്. അവർക്ക് സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് ഗുഡ്. എല്ലാവരും ഒരുമിച്ച് ഈ ഒരു അൺപ്ലാൻഡ് ആയിരുന്നു. ലൈക്ക് സഡൻലി ഒരു പ്ലാൻ എടുത്ത് ഒരു 2 വീക്സിൻ്റെ അകത്ത് നമ്മളൊന്ന് പ്ലാൻ ഇട്ട് വന്നതാണ്. പിന്നെ കുറേ അൺഎക്സ്പെക്റ്റഡ് സ്ഥലത്ത് പോയി. ചിലത് നല്ല നല്ല എക്സ്പീരിയൻസസ് ഉണ്ടായി. അപ്പം ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ ഒരു കോവിഡ് ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ബ്രേക്ക് ഫ്രീ ആയി. ഇത് ഭയങ്കര. പക്ഷെ വേറെ ഒരു കാര്യം തന്നെ, മോസ്റ്റ്ലി ഈവൻ ഇപ്പോൾ നോക്കിയപ്പോൾ ടൂറിസ്റ്റ്, ഈവൻ കോവിഡ് ടൈംസ് ടൂറിസ്റ്റ് ഒരു കുറവൊന്നുമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എവ്രി വൺ ഇസ് എക്സ്പ്ലോറിങ് പ്ലേസസ്. സോ ഡു പ്ലീസ് വിസിറ്റ്, എക്സ്പ്ലോർ പ്ലേസസ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ കുറച്ച് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു, ആളൊന്നും ഉണ്ടാവില്ലേ എന്നൊക്കെ. പക്ഷെ എല്ലാ സ്ഥലത്തും ഭയങ്കര ആളായിരുന്നു. പിന്നെ ഇവിടെ പലരും മാസ്ക് ഒന്നും ഇടുന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ വരുന്ന നമ്മൾ നമ്മുടെ ഇത് നോക്കുക, മാസ്ക് ഒക്കെ എടുക്കുക, പ്രോപ്പർ സാനിറ്റൈസ് ചെയ്യുക. കാരണം പല സ്ഥലങ്ങളും നമ്മൾ എന്തായാലും ടച്ച് ചെയ്യും. അപ്പോൾ സാനിറ്റൈസ് ചെയ്യുക, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ രോഹിത്ത് പറഞ്ഞ കാര്യം, റേഞ്ച് പ്രശ്നമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഭയങ്കര ബിസി ആയിട്ടുള്ള ഫുൾ ടൈം ഫോണിലൊക്കെ നിൽക്കേണ്ടവർ
അതിനൊരു ജിയോ സിമ്മും കൂടെ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. നെറ്റിനായാലും കോളിനായാലും രണ്ടിനും എവിടെയും റേഞ്ച് ഉണ്ടാവില്ല. ഗൂഗിളിനെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യാൻ ഇവിടെ വലിയ പോയിന്റ് അത്. ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ 8ന്റെ പണി കിട്ടും. കാരണം ആ സ്ഥലം ഫുള്ള് വരെ ചിലപ്പോൾ ഗൂഗിൾ ഉണ്ടാവില്ല, പകുതിക്ക് വെച്ചൊക്കെ നിൽക്കും. പിന്നെ നമ്മൾ തന്നെ ചോദിച്ചു പോകേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഹോട്ടലുകളൊക്കെ ഒന്ന് കൺഫേം ചെയ്യുക, എവിടുന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളത്. ഏറ്റവും ബെസ്റ്റ് ഒരു സ്ഥലം എനിക്ക് തോന്നുന്നത് വെജിറ്റേറിയൻ ആണെങ്കിൽ ഉടുപ്പി, ഇന്നലെ നമ്മൾ പോയ ഉടുപ്പി ഗാർഡൻ റെസ്റ്റോറൻറ്റ് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാം. അതെ, ഡൂപ്പിലൊന്നും പെട്ടുപോകരുത്. ഉടുപ്പി ശ്രീകൃഷ്ണ ഉടുപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഹോട്ടലുണ്ട്. പൊന്നു മക്കളെ, അവിടെ ഒന്നും പോകരുത്. അതൊക്കെ നമ്മൾ കഴിച്ച് അവിടുന്ന് അടിയാക്കിയിട്ടൊക്കെ പോകേണ്ടി വരും. അങ്ങനത്തെ ചില ഹോട്ടലൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ താമസിച്ച റിസോർട്ടിലെ കഫേ നല്ലതാണ്, ബിക്കപ്പ്. നിങ്ങൾ നോക്കിയാൽ മതി, ഒന്ന് സെർച്ച് ചെയ്യാം. ഏറ്റവും വലിയ നല്ലൊരു കാര്യം കണ്ടെന്നറിയോ, നമ്മൾ ഇതുവരെ പോയിട്ടുള്ള പബ്ലിക് ടോയ്ലറ്റ്സും ഈ റെസ്റ്റോറൻറ്റിലെ എല്ലാം പക്ക ക്ലീൻ ആണ്, പെർഫെക്റ്റ്ലി ക്ലീൻ. ആളുകളില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ നല്ല ടൂറിസ്റ്റുകളുണ്ട്. നമ്മൾ ഇന്നലെ ആനയുടെ സ്ഥലത്തൊക്കെ പോയ സ്ഥലത്ത് പറഞ്ഞിട്ടില്ലേ, എല്ലാ സ്ഥലത്തും നല്ല ക്ലീൻ ആട്ടോ. നാട്ടിൽ എനിക്ക് തോന്നില്ല എത്ര ക്ലീൻ ഉണ്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ആൻഡ് പീപ്പിൾ ആർ വെരി ഫ്രണ്ട്ലി ഓൾസോ. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ. അതെ, കുറേ പേർക്ക് മലയാളം പറഞ്ഞാലും മനസ്സിലാവും. തീർച്ചയായിട്ടും കുറേ മലയാളീസ് ഉണ്ട്, പിന്നെ മലയാളം പറഞ്ഞാൽ മനസ്സിലാകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള മലയാളീസിനായാലും പെട്ടെന്ന് എത്താൻ പറ്റും. മൈസൂർ കഴിഞ്ഞിട്ടാണ്, എന്നാലും പിന്നെ കണ്ണൂർ, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നും കൂർഗിലേക്ക് എത്താം. അപ്പോൾ അങ്ങനെ 1-2-3 ദിവസം കറങ്ങാൻ പറ്റും. അതിൽ കൂടുതലൊന്നും ഇവിടെ ഇല്ല, കുറേ സ്ഥലങ്ങളൊന്നും ഇല്ല, കുറേ ദൂരമുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കൂർഗ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിരിക്കുക. ബൈ from Voice of Manu and our cousins team.